കണ്ണൂർ അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന കണ്ണൂർ പുഷ്പോത്സവം 2026 ജനുവരി 22 മുതൽ ഫെബ്രുവരി 3 വരെ കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കും. പരിപാടിയുടെ നടത്തിപ്പിനായി രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുഖ്യ രക്ഷാധികാരിയായി സംഘാടക സമിതി രൂപീകരിച്ചു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. അതോടനുബന്ധമായി നമ്മുടെ പരിപാടികൾ വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങളൊക്കെ നമുക്ക് ചെയ്യുകയും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ സാമ്പത്തികമായ ബാധ്യത ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഇത് നമ്മുടെ ഇതിൻ്റെ പരിമിതി, സ്ഥലപരിമിതിയും അതിലുള്ള ചില അസൗകര്യങ്ങളാണ്. ഈ രണ്ടിനും പരിഹാരം കാണുക പെട്ടെന്ന് ഒറ്റ വാക്കിൽ ചെയ്യാൻ കഴിയില്ലെങ്കിലും നമുക്ക് ഇത് പരിപാടി തുടങ്ങുന്നതിന് അല്പ ദിവസം കൂടി ഉണ്ടല്ലോ. അതിനിടയിൽ താങ്കൾ പറഞ്ഞതുപോലെ ഒരു പ്രശ്നം തയ്യാറാക്കിയിട്ട് ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ഒരു ദിവസം 40,000 കൊടുക്കുന്നുണ്ട്, 45,000 അത്രയും കാശ് കൊടുക്കാൻ വേണ്ടി ഇത് ഉണ്ടാവില്ല. അതായത് പിന്നെ അതുകൊണ്ട് അതൊരു പ്രായോഗികമായി വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ADM കലാഭാസ്കർ അധ്യക്ഷനായി. സൊസൈറ്റി സെക്രട്ടറി PV രത്നാകരൻ, ട്രഷറർ KM ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കേരളത്തിനകത്തും പുറത്തുനിന്നും എത്തിക്കുന്ന പൂക്കളുടെയും ചെടികളുടെയും വിപുലമായ ശേഖരമായിരിക്കും പുഷ്പോത്സവത്തിന്റെ മുഖ്യ ആകർഷണം. കൂടാതെ 40 നഴ്സറികൾ, വിപണന സ്റ്റാളുകൾ, കുട്ടികൾക്കായി പാർക്ക്, കാർഷിക സെമിനാറുകൾ, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് മത്സരങ്ങൾ എന്നിവയും മേളയുടെ ഭാഗമായി ഒരുക്കും. മേളയുടെ നടത്തിപ്പിനായി രൂപീകരിച്ച സംഘാടക സമിതിയിൽ ജില്ലയിൽ നിന്നുള്ള MP-മാരായ K സുധാകരൻ, V ശിവദാസൻ, ജോൺ ബ്രിട്ടാസ്, V സന്തോഷ് കുമാർ, KV സുമേഷ് MLA, കണ്ണൂർ കോർപ്പറേഷൻ മേയർ എന്നിവർ രക്ഷാധികാരികളാണ്. ജില്ലാ കലക്ടർ അരുൺ K വിജയനാണ് സംഘാടക സമിതി ചെയർമാൻ. ഡെപ്യൂട്ടി മേയർ, പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ MN പ്രദീപൻ, PC മിത്രൻ, BP റൌഫ്, ഗൗരി നമ്പ്യാർ, പ്രഭാ വേണുഗോപാൽ എന്നിവരാണ് വൈസ് ചെയർമാൻമാർ. PV രത്നാകരൻ ജനറൽ കൺവീനറാണ്. MK മൃദുൽ, C അബ്ദുൽ ജലീൽ എന്നിവരാണ് ജോയിന്റ് കൺവീനർ. ട്രഷറർ KM ബാലചന്ദ്രൻ എന്നിവരാണ് വിവിധ കമ്മിറ്റികളുടെ ചെയർമാൻമാർ. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.